പിന്നെ അബൂബക്കറിനെ പോലെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ആളുകളില്ല. ചെറിയ വെള്ളം കൊണ്ടുപോയി കടലിൽ എത്ര തിരമാലുണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചൂണ്ടെടുത്തും മുങ്ങിയിട്ട് ഈ കടുക്കുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുന്ന ഒരു മത്സ്യത്തൊഴിലാളി ഇപ്പോൾ ബേപ്പൂരില്ല. മുമ്പൊക്കെ അബൂബക്കർ എടുക്കുന്ന മാതിരി എടുക്കുന്ന ആളുകൾ ഒരുപാടുണ്ടേനി. അന്നും ഇന്നും ആ തൊഴിലുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ബേപ്പൂരിലെ ഏക ഒരാൾ എന്ന് പറയാൻ ഇപ്പോൾ ഇവനുള്ളൂ. അങ്ങനെ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിൽ ഇപ്പോഴും ആ ഒരു എന്താ പറയുക മേഖല വിടാതെ വീണ്ടും 35 വർഷം കടലിൽ തന്നെ, അതും എത്ര സമയം മുങ്ങിയിട്ടാണ് ഈ കടുക്കൊക്കെ എടുക്കുന്നത്. നമുക്കൊന്നും ഒരു 10 സെക്കൻഡോ 15 സെക്കൻഡോ കൂടുതൽ ഏറി കഴിഞ്ഞാൽ 30 സെക്കൻഡിലധികം മുങ്ങി നിൽക്കാൻ പറ്റില്ല. അവർക്ക് മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ തന്നെങ്കിലും താഴെ പോയി ഈ മുങ്ങി കടുക്കെടുത്ത് കൊണ്ടായിട്ട് ജീവിതം കുടുംബം പുലർത്തുന്ന അബൂബക്കർ നല്ലൊരു അധ്വാനിയാണ്. റേറ്റും അതേമാതിരി വിലകൾ പുറത്ത് കിട്ടുന്നതിനേക്കാൾ എത്രയോ കുറച്ച് ഇവിടെ പുലിമുട്ടിന്റെ മുകളിൽ വരുന്ന ആളുകൾക്ക് നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു ആൾ കൂടിയാണ് അബൂബക്കർ. പേര് അബൂബക്കർ കോയ, വലിയത്ത് സെന്നോക്ക് അബ്ദുള്ള. ബേപ്പൂരിന്റെ സ്വന്തം ഗായകൻ അവർക്ക് നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടുന്നതാണ്. വരട്ടെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് ഞാൻ പാടാണ്. ആനന്റെ ഒരു കഥ ഉള്ള പാട്ടാണ്. ആരുണ്ട് ആന പിടിക്കാന്, ആലി രാജാവിന് 8 കൊമ്പൻ, എല്ലത്തിൽ ഇളയ കൊമ്പൻ പൊന്നുണ്ണി കൊമ്പൻ, ആന മതിച്ചു മല കയറിപ്പോയി, ആരുണ്ട് ആന പിടിക്കാന്, ചോലയിലെ ചന്തും 40 ആളും വിരുതിട്ട വമ്പനും ആന പിടിക്കും. ചോലയിലെ ചന്തു 40 ആളും ആന പിടിക്കാനായി ഒരുങ്ങി പോയി. മലയിലേക്ക് പോകാനുള്ള എല്ലാ തീരുമാനങ്ങളും എടുത്ത് 1-ാം മല കയറി ചോലയിലെ ചന്തു വിരുതിട്ട വമ്പനും 40 ആളും ആന പെരുമാറ്റം കണ്ടില്ല. 2-ാം മല കയറി ചോലയിലെ ചന്തു 40 ആളും വിരുതിട്ട വമ്പനും ആന പെരുമാറ്റം കണ്ടില്ല. 3-ാം മല കയറി ചോലയിലെ ചന്തു 40 ആളും വിരുതിട്ട വമ്പനും ആന കുതിച്ചു മതിച്ച് പോയ സ്ഥലം കണ്ട്. 4-ാം മല കയറി ചോലയിലെ ചന്തു 40 ആളും വിരുതിട്ട വമ്പനും ആന കുതിച്ച് മതിച്ച് പോയ സ്ഥലങ്ങൾ 4-ാം മലമേൽ കണ്ട്. ഈ 40 ആളും വിരുതിട്ട വമ്പനും ഓടും പറഞ്ഞ്, നിങ്ങൾ വിരുതിട്ട വമ്പൻ എൻ്റെ കൂടെ പോരി. ചോലയിൽ ചന്തു വിരുതിട്ട വമ്പനും 5-ാം മലയിലേക്ക് പോയി. ആ സമയത്താണ് കാട്ടാനകളും ഈ ആലി രാജാവിന്റെ കുതിച്ചു മതിച്ച് മല കയറിപ്പോയ ആന ഈ കാട്ടാനകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഈ ചോലയിലെ ചന്തു വിരുതിട്ട വമ്പനെയും കണ്ടപ്പം ബാക്കിയുള്ള ആനകളെല്ലാം ഓടിപ്പോയി. ഈ പൊന്നുണ്ണി കൊമ്പൻ എന്ന് പേരുള്ള ആന അടുത്തേക്ക് വന്ന് അതിന് കുറെ പഴക്കൊലകളും ഇളനീരും മറ്റേ പനകളും പല സാധനങ്ങളും കൊടുത്ത് വിരുതിട്ട വമ്പനിക്ക് ഈ മഴക്കാനുള്ള മരുന്നിന്റെ സഞ്ചി എടുക്കാൻ മറന്നുപോയി. അത് കാരണം ആനനോട് പറഞ്ഞ്, ആലി രാജാവിന് 8 കൊമ്പൻ, 1 കൊമ്പൻ മുടക്കാല് ചാഞ്ഞു പോയി, 1 കൊമ്പൻ ചത്തിട്ടും പോയി, ബാക്കിയുള്ള കൊമ്പൻ വിറ്റിട്ടും പോയി. എല്ലത്തിൽ ഇളയ കൊമ്പ പൊന്നുണ്ണി കൊമ്പ, നീ മതിച്ചു മല കയറിപ്പോയ കാരണം ആലി രാജാവിന്റെ മോൾ ആയിഷ ബീവിക്ക് ഊണുമില്ല ഉറക്കുമില്ല. അതുകൊണ്ട് എന്നോട് ആലി രാജാവ് പറഞ്ഞതാണ് നാടും. ഇത് ബേപ്പൂരിന്റെ സ്വന്തം ഔക്കർക്ക, അങ്ങനെ തന്നെയാണോ പറയാ? അല്ലെ വേറെ എന്ത് പേരുണ്ടോ? അല്ല, ഞാൻ ഇവിടെ ഉള്ള ആൾ തന്നെയാണല്ലോ. ജനിച്ചു വളർന്നാണ്. 10 കുട്ടികളുണ്ട്, ഉമ്മക്കും പാപ്പക്കും. അതില് 6ാമതായിട്ടുള്ള ആളാണ് ഞാൻ. നിങ്ങൾക്ക് നിങ്ങളെ ഫാമിലി പറയോ? ഫാമിലി മുങ്ങാൻ ആരും വരത്തില്ല, ഞാൻ മാത്രമേ വരുള്ളൂ. കുട്ടികള് ഒരു മോനുണ്ട്, ഒരു മോളും ഉണ്ട്. മോളെ കൂടവള്ളിക്ക് കല്യാണം കഴിച്ചു. പിന്നെ മോന് ഇവിടെ മുങ്ങാനൊക്കെ വരത്തില്ല, മത്സ്യത്തൊഴിലാളിയാണ്. വേറെ ഒരു ചെറിയ പണി, പിന്നെ ഇപ്പൊ ആ ചെറിയ പണിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കണ്ടാല് വയസ്സ് തോന്നൂല, അതുകൊണ്ടാണ് ഞാൻ വയസ്സ് ചോദിക്കുന്നത്. എനിക്കിപ്പോ 57 വയസ്സായി. പിന്നെ വേറെ ഒരു കാര്യമുണ്ട് പറയാന്. എന്റെ പേരും അഡ്രസ്സിൽ പിന്നെ അബൂബക്കർ എന്നും ഉള്ള ആളുകളും ഉണ്ട്, 2 ആള് വേറെ ഉണ്ട്. അബൂബക്കർ കോയാന്നും അബൂബക്കർ എന്നുള്ള 2 ആള് വലിയത്ത് വേറെയുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറയുമ്പോൾ ബാപ്പന്റെ പേരും കൂട്ടി പറഞ്ഞു. പിന്നെ 3 ആളുണ്ട് ഇവിടെ നമ്മള് ബേപ്പൂരില്. നിങ്ങള് ദിവസം വെള്ളത്തിലിറങ്ങോ?
ഇടയ്ക്ക് ഇങ്ങനെ ലീവ് ഉണ്ടാവും. മറ്റുള്ള ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ ലീവ് ആക്കും. വെള്ളിയാഴ്ച ഇറങ്ങൂലെന്ന് തോന്നുന്നു അല്ലേ? വെള്ളിയാഴ്ച അധിക വെള്ളിയാഴ്ച ഇറങ്ങലില്ല. ഇന്ന് കൂന നീ എവിടെ പോണ്? ഞാൻ ആന കുളത്തി കുളിക്കാൻ പോണ്. ആന വന്നാ നീ എന്താക്കും? ഞാൻ കൂമ്പലിച്ചൊരു കുത്തു കൊടുക്കും. കൂനൻ അത് മനസ്സിൽ വെച്ച് കൂനൻ പിന്നെ തെങ്ങുമ്മ കയറി. തേങ്ങ വലിക്കാൻ വേണ്ടി കയറി. കൂനം മനസ്സിൽ വെച്ച് തേങ്ങ വലിക്കാൻ കയറി. മട്ടലിടിഞ്ഞ് വീണ് കൂനം മലന്ന് വീണ് മട്ടൽ വെണ്ണൂറായി കൂനൻ മണ്ണൂറായി. അങ്ങനെ പിന്നെ കഴിഞ്ഞ എത്ര വർഷം നിങ്ങള് ഈ മത്സ്യത്തൊഴിലാളിയായിട്ട് ജോലി എടുക്കാൻ തുടങ്ങിയിട്ട്? ഞാനിപ്പോ ഒരു 40 35 വയസ്സായി. 55 വയസ്സായി. ആ, എത്രാമത്തെ വയസ്സിലാ തുടങ്ങി? ഞാനൊരു 20 വയസ്സില് മത്സ്യത്തൊഴിലാളി. അപ്പൊ 35 വർഷമായി ഈ പണി. ജോലി അന്ന് മുതൽ തന്നെ എടുക്കുന്നത്. വല്ല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ ജോലി എടുക്കുമ്പോ? ഒരു ദിവസം ഞാൻ ഫിഷിങ്ങിന് പോയിട്ട് ഇങ്ങനെ സ്രാങ്കായിട്ട് പോയിട്ടേ ബോട്ട് ഫിഷിങ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ദിവസം ബോട്ടിൽ നിന്ന് തെറിച്ചു പോയിരുന്നു. ബോട്ടിൽ നിന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വെള്ളം അളക്കലാണ്. അന്ന് GPS എക്കോ സൗണ്ടറൊന്നും ഇല്ലാത്ത കാലം. അപ്പൊ വെള്ളം അളന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം ഒരു ബോട്ടിൽ നിന്ന് ഇങ്ങനെ വെള്ളത്തിൽ തെറിച്ചു. അപ്പം ബോട്ടിന്റെ മുകളിൽ ടയർ ഉണ്ടാവല്ലോ. അപ്പൊ ടയർ ഇങ്ങനെ പിടിച്ച് ഞാന് ഒരു ടയർ പിടിച്ച് തെറിച്ചു പോയി. രണ്ടാമത്തെ ടയർ പിടിച്ച് ഞാൻ അന്നേരം ആ ബോട്ടിലുള്ള ആളുകളൊക്കെ ഉറങ്ങിപ്പോയി. ഇങ്ങനെ അന്ന് 4 ആളുണ്ടായിരുന്നു. 4 ആളിൽ 3 ആൾ ഉറങ്ങിപ്പോയി. അങ്ങനെ ഞാൻ മറ്റേ ടയർ പിടിച്ച് കയറി രക്ഷപ്പെട്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. പിന്നെ വേറെ പിന്നെ ഗൾഫ് രാജ്യത്ത് നിന്ന് ഇങ്ങനെ ഈ ലാഞ്ചുകളിൽ ഓടിക്കല്ലോ. അങ്ങനെ ലാഞ്ചുകളിൽ ഓടിക്കുമ്പോ ഒരു ഭയങ്കര ഒരു കാറ്റും കൊടുങ്കാറ്റും ഒക്കെ ഉള്ള സമയത്ത് ഒരു അസറത്തുൽ ഖലീജ് എന്ന് പറഞ്ഞ ലാഞ്ച്, നൂർ ഇബ്രാഹിം തബാർക്ക് അസറത്തുൽ ഖലീജ് എന്ന് പറഞ്ഞ 3 ലാഞ്ച് ഉണ്ട്. നമ്മളെ അറബിക്ക് ഹസൻ അൽ ഇബ്രാഹിം എന്ന പേര്. അപ്പൊ ഒരു ലാഞ്ച് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു കാറ്റുള്ള സമയത്ത് ഈ ഇറാഖിൽ നിന്ന് മറ്റേ സദ്ദാമിന്റെ ആൾക്കാർ വരുന്നതിന് വേണ്ടി കുവൈത്ത് പിടിച്ചടിച്ച സമയത്ത് ഒരു ചെറിയൊരു ബോയട്ട് ഷെയ്ഖ് ബോയ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പാറന്റെ ഇടയിൽ. അപ്പൊ ഈ ബോയമേൽ ഇങ്ങനെ തട്ടിയിട്ട് ലേസം ലാഞ്ച് ഇങ്ങനെ ഒരു ടച്ചായി പോയിട്ട് ഒരു ഇതായി. അങ്ങനെ ഒരു ലേസം ഞാൻ അന്ന് പേടിച്ചു അറബികളുടെ ഇടയിൽ. അപ്പൊ അറബികൾ പറഞ്ഞ അറബികൾ തന്നെ ഓടിച്ചിട്ട് ലാഞ്ചെല്ലാം താന്ന് കപ്പൽ പായിച്ചിട്ടുണ്ട്. ഇവിടെ ഇതുമേൽ ഇങ്ങനെ സംഭവിക്കും. പുറത്തുള്ള രാഷ്ട്രത്തിലുള്ള ആളുകൾ വരുമ്പോ ഒരു ഇത് ലൈറ്റ് ഇല്ലാതെ കൊടുത്തതാണ്. അതിന്മേൽ തട്ടാൻ വേണ്ടി അമേരിക്ക ഫിറ്റ് ചെയ്താണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓടി വന്ന നമ്പർ ലേസം മറ്റേ ആള് തെറ്റിച്ച് ഓടാൻ പറഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ സംഭവിച്ചത്. അങ്ങനെ ഒരു അപകടം. അത് നമ്മൾ അന്ന് അവിടെ ഓടല് മറ്റേ കോംബക്സിലാണ്. പിന്നെ ലഡാറിലല്ലോ അറബി ഓടുന്ന ലാഞ്ചിൽ ഞാൻ പോയിട്ടുണ്ട്. സൈഹാത്ത് എന്ന് പറഞ്ഞ ലഡാറുള്ളതും ഉണ്ട്. മറ്റേ അധികം അവിടെ പോക്ക് കോംബക്സിലാണ്. കോംബക്സ് നമ്പറിലാണ് മേപ്പ് വലിച്ചിട്ട് അതിന്റെ ഓരോ നമ്പറുകളൊക്കെ എടുത്ത് ഓരോ സ്ഥലത്തേക്കൊക്കെ പോണ പണിയൊക്കെ എനിക്ക് വേറെ ഖത്തറയിലെ പട്ടാളക്കാർ ഇങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് എനിക്ക് ഓടിക്കാനൊക്കെ അറിയാം. അല്ല അവിടെ ഖത്തറയില് 1 കൊല്ലം ഉണ്ടായിരുന്നു. ബഹ്റൈനിൽ 3 കൊല്ലം ഉണ്ടായിരുന്നു. ലാഞ്ചിലാണ്, വലിയ ലാഞ്ചില്ല ഇവിടുന്ന് വെച്ചുകൊണ്ടാണ്. അതേപോലെ അമേരിക്കന്റെ നിർമ്മാണമുള്ള ലാഞ്ചുകൾ, വലിയ ലാഞ്ച്. അത് അവിടെ ഗൾഫ് രാജ്യത്ത് നിന്ന് ഇപ്പോ ഒരു ബോംബെ വഴി ഈ സൗദി വഴി ഒരു ലാഞ്ച് ബോംബെയിലൊക്കെ ഉണ്ടായിരുന്നു. കുവൈത്തിലെ ഒരു ലാഞ്ച്, അതേപോലുള്ള ലാഞ്ചുകൾ. ലാഞ്ച് എന്ന് പറഞ്ഞാൽ അതേപോലുള്ള അമേരിക്കൻ നിർമ്മാണം ആണ്. ഇവിടെ ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ക്ലാസ് ഡ്രൈവറിന്റെ ഒരുപാട് കോടികളാവും അതിന്. അങ്ങനെയുള്ള അതിൽ പോയി ഇവിടെ നമ്മളെ ഇന്ത്യയിലാണ് ഇപ്പോ നല്ല ജോലി, പൈസയും ജോലിയൊക്കെ ഉള്ളത്. ഗൾഫ് രാജ്യത്ത് നമ്മൾക്ക് മോശമാണ്. ശമ്പളം മാത്രമേ കിട്ടുള്ളൂ. അവിടെ ഇവിടുത്തെ അതേപോലെ ഉള്ളൂ. ഇവിടുത്തെ മാതിരിയിലുള്ള എല്ലാ ഇതും ഉള്ളൂ ഗൾഫില്. നമ്മളെ കടൽപ്പണിക്ക് ആദ്യം ഇനി ചില ആളുകൾക്ക് അങ്ങനെ 100 ആൾ പോയതില് ചിലപ്പോ ഒരു 50 ആൾക്ക് നല്ല മെച്ചം ഉണ്ടായിട്ടുണ്ടാവും. 50 ആളെ കാര്യങ്ങളും വലിയ മെച്ചമില്ലാതാണ് തോന്നുന്നു. ശരിക്കും ലോട്ടറി എടുക്കുന്ന ചിലപ്പോ ലോട്ടറി അടിക്കും. അവിടെ ചില ആളുകളൊക്കെ ആദ്യ കാലങ്ങളിൽ നല്ല ചെമ്മീനൊക്കെ പിടിച്ചിട്ടൊക്കെ ഒരുപാട് ആളുകൾ നല്ല പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സ്രാവ് പിടിച്ചിട്ടൊക്കെ അതിന്റെ ചിറകിനൊക്കെ ഭയങ്കര വിലയാണല്ലോ. അങ്ങനെ അതൊക്കെ പിടിച്ചിട്ട് ഒരുപാട് പൈസ ഉണ്ടാക്കിയ ആളുകൾ. ഇപ്പൊ നിങ്ങള് എന്താ ചെയ്തോണ്ട് കല്ലുമ്മക്കായി മാത്രം? ഇപ്പൊ കല്ലുമ്മക്കായി പറിക്കും, ഇവിടെ പുഴയിൽ വലയിടും. ഈ 2 പണിയാണ് ഇപ്പൊ നിലവിലിപ്പോ അങ്ങനെയുള്ളത്. അതുകൊണ്ട് ഇപ്പൊ ഒരു മാസത്തിലൊരു 25,000-30,000 ഒക്കെ കിട്ടും കുറഞ്ഞത്. പിന്നെ അതില്ലാതാവും. പിന്നെ ഒരു മാസം കൂടി കഴിഞ്ഞാല് കല്ലുമ്മക്കായിന്റെ പണി. അപ്പൊ ഇവിടെ നെണ്ടിന്റെ പണിയെടുക്കും. അപ്പൊ വല ഇടാൻ തുടങ്ങിയിട്ടില്ല. ഇവിടെ അങ്ങനെ ഇടും വല. ആ ചുണ്ട് മുതൽ വല ഇടാൻ.
ആ പണിയെടുക്കാൻ വേണ്ടി തുടങ്ങി. ഇവിടെ ഉണ്ടാവുന്ന ഈ ബേപ്പൂരിലുണ്ടാകുന്ന കല്ലുമക്കായി ഒറിജിനൽ അല്ല, അല്ലാതെ കയറിട്ടിട്ട് കൃഷി അല്ല, ചെയ്യുന്ന ഇവിടെ താനെ പൊടിഞ്ഞുണ്ടാവണ കല്ലുമുഖ ഇവിടെ തന്നെ ഉൽപ്പാദിച്ച് വരികയാണിത്. കടലില് ഉണ്ടാവുന്ന സാധനം. 10,000 ഉറുപ്പ്യക്ക് വരെ കിട്ടിയ ദിവസമുണ്ട്. ഇപ്പോഴല്ല, അതിന് ഒരു മാസം കൂടി കഴിയണം. പിന്നെ കുറെ എല്ലാം കട്ടും ഒക്കെ എടുത്തു പോകും ആൾക്കാർ. നെണ്ടിന്റെ സീസൺ ഉണ്ട്, പിന്നെ കടുകന്റെ സീസൺ ഉണ്ട്. നിങ്ങൾ കാണല്ലേ, ഏട്ടന്റെ സീസൺ ഉണ്ട്. ഇവിടെ ഓരോ സമയത്ത് ഓരോ മീനാണ്. പിന്നെ ഞാനിപ്പോൾ വേറെ ഒരു 1.25 ലക്ഷം ഉറുപ്പ്യക്ക് ഒരു പവാസ് എന്ന് പറഞ്ഞ എഞ്ചിൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 20,000 എടുത്തതാണ്. അത് പണി കഴിയുമ്പോഴത്തേനും ഒരു തോണി സെക്കൻഡ് ഹാൻഡ് എടുത്താൽ 40,000 ആവും അതിന്. അപ്പോൾ അങ്ങനെ ഒരു തോണിയുണ്ട്. ഇനിയിപ്പോൾ അതിൽ വല ഒക്കെ കടലിൽ വലയിടാനൊക്കെ ഇങ്ങനെ പോകാനുള്ള ഒരു പരിപാടിയാണ് ഇനി അടുത്തതേ. ഇത് കൂടാതെ അങ്ങനെ ഒരു പണി ഇനിയുണ്ട്. നിങ്ങളെ ഈ സഞ്ചിയിൽ എന്തൊക്കെ ഉണ്ട്? സഞ്ചിയിൽ നമ്മളെ ഈ മുങ്ങാനുള്ള പാൻറ്, പിന്നെ ഉളി, അതിൻ്റെ വലകളും അതിൻ്റെ വലയും. ഉളി എന്ന് പറഞ്ഞാല് കട്ട് ചെയ്തെടുക്കാനല്ലേ? കട്ട് ചെയ്തെടുക്കാനുള്ളത്, കുത്തിയിട്ടെടുക്കാനുള്ളത്. കല്ലുമക്കായിനെ ഇടയിൽ ഇങ്ങനെ ഉണ്ടാകുന്നതിനെ കുത്തിയിട്ട് ഇങ്ങോട്ട് ഇളക്കിയിട്ട് എടുക്കും. പിന്നെ അല്ലാതെ ഇതിനെ പിന്നെ ഉളി കൊണ്ട് കുത്തിയെടുക്കും. എന്നിട്ട് മുങ്ങിയിട്ട് എത്ര കടുക്ക കിട്ടും അത് വെച്ച് നമുക്ക് കയറാം. അരമണിക്കൂർ 45 സെക്കൻഡ് മുങ്ങി വെള്ളത്തിനടി നിൽക്കുള്ളൂ. അപ്പൊ അരമണിക്കൂർ ആരും മുങ്ങൂല. ഈ ചില നല്ല ആരോഗ്യമുള്ള നല്ല ആളുകളാണെങ്കിലേ ഒരു 2 മിനിറ്റ് വെള്ളത്തിനടിയിൽ നിൽക്കൂ. അത് തമിഴ്നാട് വലിയ വലിയ മുങ്ങക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള മുങ്ങക്കാരുണ്ട്. ഒരു 2 മിനിറ്റ് നിൽക്കൂ. മറ്റുള്ള ആളുകൾ ഹെൽമെറ്റും ഈ സിലിണ്ടറൊക്കെ വെച്ചിട്ട് പിന്നെ 1 മണിക്കൂറോ 2 മണിക്കൂറോ മുങ്ങും. ഇതേപോലെ എണ്ണ എന്തിനാ? നമ്മൾക്ക് ഈ തലയിൽ ചളി എണ്ണ മറ്റേ വെള്ളം ഒന്നും പിടിക്കാതെക്കാൻ കിട്ടുന്നതാണ്. മറ്റുള്ള വെള്ളേ പിടിക്കാതെക്കാൻ കിട്ടുന്ന. ഗ്ലൗസ് പൊളിച്ചു കഴിഞ്ഞാൽ ഇതൊരു ടെക്നിക്കാണ്. ഇത് ചില ആൾ മാലി കുടുങ്ങിയിട്ട് മരിച്ചിട്ടുണ്ടല്ലോ, ഇതിങ്ങനെ ആകുമ്പോൾ മാലി കുടുങ്ങിയാൽ മരിക്കില്ല. ഇത് പൊട്ടിച്ചിട്ട് നമുക്ക് പൊന്തി വരാം. അതിനുള്ള ഒരു ഐഡിയകളാണ്. അത് എല്ലാ ആളുകളും കെട്ടാണ്. ഇപ്പോൾ അടുത്തിപ്പോൾ കഴിഞ്ഞ മാസം വെള്ളയിലൊരാൾ മറ്റേ മരിക്കാതൊക്കെ രക്ഷപ്പെട്ടതാണ്. വേറെ ആളുകൾ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ അത് മാലി കുടുങ്ങി കഴിഞ്ഞാൽ അങ്ങനെ മരിച്ചു പോകും. കല്ലിൻ്റെ ഉള്ളിലേ കെട്ടയക്കാൻ കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മൾ ഇതിട്ട് വലിച്ചാൽ പൊട്ടില്ല. ഇതാണ് ടൂള്. വെറും 2 സാധനം മാത്രം. അത് മതി. തെളിവില്ലാതെ കാണൂല. വെള്ളം തെളിവുണ്ടാകുമ്പോൾ നല്ല കാണും. കടുക്കൊക്കെ കാണും, മീനൊക്കെ കാണാൻ കഴിയും, കല്ലൊക്കെ കാണാം. ഇപ്പോൾ ചിലപ്പോൾ കണ്ട് കാണൂല, വെള്ളം കലക്കായതുകൊണ്ട്. നമ്മളിങ്ങനെ തപ്പി എടുക്കും. ഇതാണ് ചെവി എടുക്കുന്ന സാധനം. ഇത് മുങ്ങുമ്പോൾ ചെവിയിൽ എന്തെങ്കിലും കയറാതെക്കാൻ, ചളിയൊന്നും കയറാതെക്കാൻ എല്ലാം. ഇപ്പോൾ ഈ മുങ്ങിയിട്ട് എടുക്കാം. ഇതുള്ളൂ സാധനം. ചിലപ്പോൾ സുഖം ഉണ്ടാവും, ഇപ്പോൾ സുഖമൊന്നും ഉണ്ടാകുന്നില്ല. മുങ്ങുമ്പോഴേ ഇപ്പം ചെരുപ്പനാണ്. ചെരുപ്പിട്ട് ചാടും. അപ്പോൾ ഇനിയിപ്പോൾ ഇറങ്ങട്ടെ. തോന ഉണ്ടാവുന്ന സമയത്ത് കുറ്റിയെടുക്കാനേ. താഴെ ഇപ്പോൾ നമ്മൾ